എന്താടി? തൻ്റെ മുഖത്ത് നിന്നും ടവലെടുത്ത് മാറ്റിക്കൊണ്ട് അഭി ചോദിച്ചു. ഞാനിവിടെ മരം പോലെ നിൽക്കുന്നതേ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? ദേവു കലിപ്പ് മോഡിലാണ്. അതിനെന്തായിപ്പോ? അതിനെന്താണോ? എൻ്റെ മുന്നിൽ വെച്ചാണോ ഇയാൾ ഷർട്ട് മാറുന്നേ? ഇയാൾക്ക് നാണമില്ലേ? നാണോ? എന്തിന്? ഇതിനേക്കാളും അപ്പുറം നീ കണ്ടതാണ് പിന്നെ ആ ഒരു ഷർട്ട് മാറുന്നത്. അതെ, ഈ UK പോയെന്ന് വെച്ചേ നീ എൻ്റെ ഭാര്യ അല്ലാതാവില്ലല്ലോ. നമ്മൾ ഇരുവരും വിവസ്ത്രരായി ഈ മുറിയിൽ ഈ പുതപ്പിനുള്ളിൽ എത്രയോ രാത്രികൾ പകലുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോഴില്ലാത്ത നാണം ഇപ്പം എവിടെ നിന്ന് പൊട്ടിമുളച്ചു? അഭി അവളുടെ മുഖത്തേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെ, ഇയാളെന്നെ കൂടുതൽ ഹിസ്റ്ററി പഠിപ്പിക്കാൻ നിൽക്കണ്ട. എങ്കിൽ നമുക്ക് ഇത്തിരി ബയോളജി പഠിച്ചാലാമോ? പോടോ, എനിക്കേ അതൊന്നും ഓർമ്മ പോലുമില്ല, ദേവ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പം അവളുടെ സ്ഥായി ഭാവം തന്നെ അതാണ്. ആഹാ, ഓർമ്മയില്ലല്ലേ? എന്നാ ഞാൻ ഓർമ്മിപ്പിച്ച് തരട്ടെ. അഭി ദേവുവിൻ്റെ അരികിൽ ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വിരിഞ്ഞു മുറുക്കി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഞാനും കൂടി ചിലത് ഓർമ്മിപ്പിച്ച് തരും. ഡോക്ടർ സാറിൻ്റെ മോന്തക്കിട്ട് അന്ന് ഈ കൈകൊണ്ട് കിട്ടിയത് മറന്നു കാണില്ല എന്ന് കരുതുന്നു. അവൻ്റെ കവിളിലൂടെ വിരലോടിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മുവേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ഒപ്പം അന്നേ ദിവസം നടന്ന ബാക്കി പലതും എൻ്റെ മനസ്സിലിങ്ങനെ മിന്നി മായുക. അഭി തൻ്റെ കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈ അവളുടെ ഇടത് മാറിൽ അമർന്നിരുന്നു. അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. അവൾ പല്ല് ഞെരിച്ചുകൊണ്ട് അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു. അവൻ ബെഡിലേക്ക് വീണു. വീണ്ടും പുച്ഛത്തോടൊരു നോട്ടം. ശേഷം അവൾ തിരിഞ്ഞു നടക്കാൻ നേരം അവൻ അവളുടെ കാലിൽ തട്ടി മനഃപൂർവ്വം അവളെ വീഴ്ത്തിയതും അവളും അവൻ്റെ മേലേക്ക് വീഴുകയായിരുന്നു. തൻ്റെ മേലെ കിടക്കുന്ന ദേവുവിനെയും കെട്ടിപ്പിടിച്ചു അഭി ഒന്ന് മറിഞ്ഞു. അഭിയുടെ കീഴായിട്ടാണ് ദേവു ഇപ്പോഴുള്ളത്. ദേവു ആണെങ്കിൽ അവൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവനെ ദഹിപ്പിച്ചു നോക്കുന്നുണ്ട്. അവളെ ദേഷ്യം പിടിപ്പിക്കുക അവനിപ്പോൾ ഹരമാണ്. ഒന്നുകൂടെ ദേഷ്യം പിടിപ്പിച്ചേക്കാം എന്ന പോലെ ആ നിമിഷം അഭിയുടെ ചുണ്ടുകൾ അവളുടെ അതരം ലക്ഷ്യം വെച്ച് നീങ്ങിയതും ദേവു തൊട്ടരികിൽ കിടക്കുന്ന പില്ലോ എടുത്ത് തൻ്റെ മുഖത്തിന് മീതെ വെച്ച് തടസ്സം സൃഷ്ടിച്ചു. ആ നിമിഷം അവൻ്റെ ചുണ്ടുകൾ പില്ലോയിൽ പതിഞ്ഞു. അവൻ ബലം പ്രയോഗിച്ചു പില്ലോ എടുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ അവൾ ആ പില്ലോ കൊണ്ട് അവൻ അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടികൂടാൻ വേണ്ടിയാണെങ്കിൽ നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? UK US എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കൂടായിരുന്നോ? അടികൊള്ളുന്നതിനിടയിലും അഭി ചോദിച്ചു. ഞാൻ പോവാനിരുന്നതാ. പുന്നാര മോൾക്കേ, അച്ഛനെ കാണണം, അച്ഛൻ്റെ കൂടെ താമസിക്കണം. അച്ഛനെ വിട്ട് ഇനി ഇങ്ങോട്ട് ഇല്ലെന്ന് വാശി പിടിച്ച് കൊണ്ടുപോകണ്ടെന്ന് പപ്പയുടെ ഉത്തരവ്. ഇനിയും അച്ഛനെയും മോളെയും അകറ്റാൻ പാടില്ലെന്നും അത് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ചെയ്യുന്ന തെറ്റാണെന്നും എൻ്റെ ആങ്ങളുടെ വാദം. എങ്കിൽ കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ എന്നും ഞാനും കരുതി. എനിക്കിവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവും. അച്ഛൻ്റെ ഹിറ്റ്ലർ സ്വഭാവം കാണുമ്പോൾ കൊച്ചു തന്നെ പറഞ്ഞോളൂ, അമ്മേ നമുക്കിവിടെ നിന്ന് പോവാന്ന്. ദേവു കൂസലില്ലാതെ പറഞ്ഞു. പിന്നെ എൻ്റെ കൊച്ചിനോട് ഞാൻ എങ്ങനെയാ പെരുമാറുന്നതെന്നേ നീ കണ്ടോടി. ഇനിയിപ്പോൾ ഹിറ്റ്ലർ എന്ന പേര് കൂടി കൊച്ചിന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്ക്. അഭി അവളുടെ കയ്യിലെ പില്ലോ പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അന്നേരം ദേവു മറ്റേ പില്ലോ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് അടിച്ചു. ആ നേരത്താണ് ഡോറിൻ്റെ ലോക്കം താഴ്ത്തി വേദ വരുന്നത്. അമ്മ പില്ലോ കൊണ്ട് അച്ഛനെ അടിക്കുന്നത് കണ്ടതു കുഞ്ഞൊരു നിമിഷം നോക്കി നിന്ന് പോയി. പാവം കൊച്ചിന് അറിയില്ലല്ലോ പില്ലോ ഫൈറ്റ് ടോം ആൻഡ് ജെറി കപ്പിൾസിൻ്റെ ദേശീയ വിനോദാണെന്ന്. അമ്മ അച്ഛനെ അടിക്കുവാണോ? വേദ നിന്ന നിൽപ്പിൽ ചോദിച്ചു. ഹേയ്, അമ്മയും അച്ഛനും ചുമ്മാ ഇങ്ങനെ പില്ലോ വെച്ച് കളിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഈ കളി ഒത്തിരി ഇഷ്ടമാണ്. വേദൂട്ടിയും ഇങ്ങ് പോര്, ഇനി നമുക്ക് 3 പേർക്കും കൂടി വേറൊരു കളി കളിക്കാം. അഭി പറഞ്ഞത് കേട്ടതും വേദ ഡോറും അടച്ച് ബെഡിലേക്ക് ചാടിക്കയറി. എന്ത് കളിയാച്ചാ? പറയാം, മോളിങ് വാ. അഭി അവളെ പിടിച്ച് മടിയിലിരുത്തി. പറ അച്ഛാ, എന്ത് കളിയാ നമ്മൾ കളിക്കുന്നത്? വേദൂട്ടിക്ക് എണ്ണാനറിയോ? എണ്ണ? വേദ കൈ മലർത്തിക്കൊണ്ട് ചോദിച്ചു. എണ്ണ അല്ല വാവേ, എണ്ണുക. അഭി തിരുത്തി. വേദ, ഡു യു നോ കൗണ്ടിങ് നമ്പേഴ്സ്? ദേവ് ചോദിച്ചു. ഓഫ് കോഴ്സ്, ദാറ്റ്സ് വാട്ട് യുവർ ഫാദർ മെന്റ്. എണ്ണൽ, കൗണ്ടിങ്, ഓക്കെ? ദേവ് കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഓ, മദാമ കൊച്ചാണല്ലേ, ഞാനങ്ങ് മറന്നു. അഭി വേദയുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? എൻ്റെ കൊച്ചെ നന്നായിട്ട് മലയാളം പറയും. അവൾക്ക് ഞാൻ പപ്പ മമ്മ എന്നതിന് പകരം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞു കൊടുത്തതേ അവൾ മാതൃഭാഷയെ സ്നേഹിച്ചു വളരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ പണ്ടാരോ തൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ പപ്പയെന്ന് വിളിക്കുന്നതിനേക്കാൾ അച്ഛനെന്ന് വിളിക്കുന്നത് കേൾക്കുന്നതാണ് തനിക്കിഷ്ടമെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും അല്ല. ദേവു എവിടെയും തട്ടാതെ പറഞ്ഞു. ഓ ശരി മുതലാളി, അത് വിട്. വേദു, അമ്മ 25 നമ്പേഴ്സ് വരെ കൗണ്ട് ചെയ്യും.
ആ സമയത്ത് വേദൂട്ടി അച്ഛനെ കിസ് ചെയ്യണം. എത്ര കിസ് വേണേലും ചെയ്യാം. നെക്സ്റ്റ് ചാൻസേ അമ്മയ്ക്കാണ്. വാവ 25 വരെ കൗണ്ട് ചെയ്യണം. ആ ടൈമിലെ അമ്മ അച്ഛനെ കിസ് ചെയ്യണം. ആരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിസ് തരുന്നത് അവരായിരിക്കും വിന്നർ. വിന്നറായ ആൾക്ക് ഞാനൊരു അടിപൊളി ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അഭി വേദിയോടാണ് പറയുന്നതെങ്കിലും നോട്ടം മുഴുവനും ദേവുലാണ്. അമ്പട പുളുസു ചുളുവിൽ ഉമ്മ അടിച്ചു മാറ്റാനുള്ള പരിപാടി കൊള്ളാം. വേല കൈ വെച്ചാൽ മതിട്ടാ. ദേവു അതും പറഞ്ഞ് അഭിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ദേ മോളുടെ കൂടെ കളിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അതല്ലേ അമ്മ എഴുന്നേറ്റ് പോകുന്നത്. ചിലപ്പോൾ മോളോട് കളിച്ചാൽ അമ്മ തോറ്റുപോവും എന്നുള്ള പേടിയും കാണും. വേദൂട്ടി ജയിക്കും, എനിക്കുറപ്പാ. നമുക്ക് വിന്നറാവണ്ടേ, അഭി പറഞ്ഞു. അമ്മ പൊയ്ക്കോട്ടെ അച്ഛാ, നമുക്ക് കളിക്കാം. ഏയ് അതെങ്ങനെ ശരിയാവും? അമ്മയില്ലാതെ കളി നടക്കില്ലടാ. അമ്മയോട് പറ കളിച്ചിട്ട് പോയാൽ മതിയെന്ന് അഭി നിഷ്കുവായി വേദുവിനോടെന്ന പോലെ പറഞ്ഞു. പിന്നെ ഞാനങ്ങൂല്ല. ദേവു ഒഴിഞ്ഞു മാറി. പറ്റില്ല, അമ്മ കളിച്ചേ പറ്റൂ. വേദു വാശി പിടിച്ചു കരയാൻ തുടങ്ങി. ഒടുവിൽ ദേവു സമ്മതിച്ചു. ആദ്യം വേദൂട്ടി കൗണ്ട് ചെയ്ത് അമ്മ കിസ് ചെയ്യട്ടെ. അഭി പറഞ്ഞത് കേട്ടതും വേദ തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് എണ്ണാൻ വേണ്ടി റെഡിയായി നിന്നു. അന്നേരം ദേവു കട്ടിലിന്റെ ഹെഡ് ബോർഡിൽ ചാരിയിരിക്കുവായിരുന്ന അഭിയുടെ മുടിയിൽ വേദനിക്കും പോലെ പിടിമുറുക്കി അവനെ നേരെ ഇരുത്തി. അന്നേരം തലയിൽ തടവിക്കൊണ്ട് അഭി അവളെ കൂർപ്പിച്ചു നോക്കിയെങ്കിലും അവൾ തിരികെ പുച്ഛം വാരി വിതറിക്കൊണ്ട് വേദുവിനോട് എണ്ണാൻ പറഞ്ഞു. വേദു എണ്ണി തുടങ്ങിയതും ദേവു താല്പര്യമില്ലാത്ത മട്ടിൽ സാവധാനത്തിൽ അവൻ്റെ ഇടത് കവളിൽ ചുംബിച്ചു. അഭി ആ ചുംബനം കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് സ്വീകരിച്ചു. അയ്യടാ, ആസ്വദിച്ച് കിടക്കുന്നത് കണ്ടില്ലേ? ദേവു പിറുപിറുത്തുകൊണ്ട് അവൻ്റെ വലത് കവളിലും നെറ്റിയിലും ചുംബിച്ചു. അതിനിടയിൽ അഭി അവൾക്ക് നേരെ വിജയീ ഭാവത്തിൽ പുരികം പൊക്കിയതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മൂക്കിൻ തുമ്പിലും താടിയിലും ചുംബിച്ചു. അതിനിടയിൽ അവൻ്റെ മീശത്തുമ്പ് കടിച്ചുകൊണ്ട് അവനെ വേദനിപ്പിക്കാനും അവൾ മറന്നില്ല. അടി കുരുപ്പ, വേദനിപ്പിക്കുന്നോ? ഞഞ്ഞായി അവൾ ചുണ്ടുകൊട്ടി. എൻ്റെ അമ്മൂ, ഇത്തിരി ഫീലിങ്സോടുകൂടി തരായിരുന്നു. അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. തൻ്റെ മറ്റവളോട് പോയി പറ, ബിലാൽ പഴയ ബിലാൽ തന്നെയായിരിക്കും. പക്ഷേ ദേവാൻഷിക പഴയ ദേവാൻഷികയല്ല. തൻ്റെ മുന്നിൽ തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. ദേവു അവനെ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. അച്ഛനും അമ്മയും ഇതെന്തോന്ന് പിറുപിറുക്കുന്നത് എന്ന പോലെ കൊച്ചി എണ്ണുന്നതിനിടയിലും വല്ലാത്ത ഭാവത്തിൽ നോക്കുന്നുണ്ട്. അതെ, കൊച്ചിനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ഉമ്മ വാങ്ങിക്കുന്നതേ പരമ ബോറാണ്. പറ്റുമെങ്കിലേ ഇയാളെ എൻ്റെ കയ്യിൽ നിന്നും നിറഞ്ഞ മനസ്സോടെ ഫീലിങ്സോട് കൂടിയുള്ള ഉമ്മ വാങ്ങിക്കാൻ പറ്റുമോ നോക്ക്. എങ്കിലേ ഞാൻ തോറ്റു തരും. അതോടൊപ്പം ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം കൂടി ഇയാളോട് തുറന്നു പറയും. എനിക്കും നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ അറിയാനുണ്ട്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളെ എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. അതെപ്പോൾ ആളിക്കത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. താനായിട്ട് കത്തിക്കാതിരുന്ന തനിക്ക് കൊള്ളാം. അങ്ങനെ സംഭവിച്ച അന്നത്തെ പോലെ ഒരു വാക്ക് പോലും പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോയെന്നും വരാം. പതിഞ്ഞ സ്വരത്തിലാണെങ്കിലും അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നിന്റെ മനസ്സിൽ ഒരു കരട് പോലെ എന്തോ ഉണ്ടെന്നേ എനിക്ക് നേരത്തെ മനസ്സിലായതാണ്. ഇന്നോ നാളെയോ ആയി നീ ആയിട്ടത് തുറന്നു പറയും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ നിനക്ക് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. പിന്നെ നിന്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വെറും 2 ദിവസം നീ സ്വമേധയാ എൻ്റെ കവിളിൽ, അല്ലെങ്കിൽ വേണ്ട ദേ ഈ ചുണ്ടിലെ ഉമ്മ വെക്കും. അത് കഴിഞ്ഞ് എനിക്കും നിന്നോട് ചിലത് പറയാനുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അബിയുടെ വാക്കിലും എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ടായിരുന്നു. ശരി, ദൈവം പറഞ്ഞു. അപ്പോഴേക്കും വേദുവിനെ എണ്ണിക്കഴിഞ്ഞിരുന്നു. അയ്യേ, ഈ അമ്മയ്ക്ക് ഉമ്മ വെക്കാൻ അറിയില്ലെന്ന്. വെറും 5 ഉമ്മ. അമ്മയോട് എണ്ണാൻ പറ, എന്നിട്ട് മോള് കാണിച്ചു കൊടുക്ക് എങ്ങനെയാ അച്ഛയെ ഉമ്മ വെക്കുമെന്ന്. അബി പറഞ്ഞത് കേട്ടതും വേദു അവൻ്റെ മുഖത്ത് ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. 25 എണ്ണിയപ്പോഴേക്കും വേദു അച്ഛന് 30 ഉമ്മകൾ കൊടുത്തിരുന്നു. വേദൂട്ടി ജയിച്ചേ. അബി കൈയടിച്ചതും വേദയും കൈയടിച്ചു. അബി അവളെ എടുത്ത് നെഞ്ചി കിടത്തി. അച്ഛൻ കുഞ്ഞിന് ഗിഫ്റ്റ് തരാവേ, ഇപ്പോഴല്ല കേട്ടോ, നാളെ. അവളുടെ കുഞ്ഞിക്കവളിൽ ചുംബിച്ചുകൊണ്ട് അബി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് വേദു തിരികെ അവൻ്റെ 2 കവളിലും ചുംബിച്ചു. ഓ, അച്ഛനും മോളും 5 വർഷത്തെ ഉമ്മകൾ മൊത്തം ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തു തീർക്കുന്ന വട്ടാണല്ലോ. ദേവു പിറുപിറുത്തുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് നടന്നു. അവളുടെ കുശുമ്പ് നിറഞ്ഞ ആ വാക്കും പോക്കും അബി നോക്കി നിന്നു. അതെ വേദൂട്ടി, അമ്മ പാവമല്ലേ, ഒരു ഐ ലവ് യു പറഞ്ഞേക്ക്. അമ്മ ഐ ലവ് യു. അബി പറഞ്ഞപ്പോൾ വേദു ദേവുവിനെ നോക്കി പറഞ്ഞു. ആർക്ക് വേണം നിൻ്റെ ഐ ലവ് യു? ദേവു മുഖം കൂട്ടി അതും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി നടന്നു.
വേദു ഈണത്തിൽ പാട്ടിൻ്റെ വരികൾ മൂളിക്കൊണ്ട് അതിൻ്റെ കൂടെ ഒരു ഫ്ലൈയിങ് കിസ് കൂടി കൊടുത്തതും ദേവുവിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അമ്മ, ഐ ലവ് യു, അവൾ പിന്നെയും പറഞ്ഞു. ലവ് യു ടു ബേബി. ദേവ് തിരിച്ചു പറഞ്ഞു, അമ്മു, ഐ ലവ് യു. അബി ഉറക്കെ പറഞ്ഞു. അന്നേരം ദേവ് കേട്ട ഭാവം നടിക്കാതെ മുന്നോട്ട് നടന്നു. അമ്മ ലവ് യു ടു പറഞ്ഞില്ലല്ലോ. പിന്നെ പറഞ്ഞോളാം എന്നും പറഞ്ഞ് ദേവ് അവിടെ നിന്ന് പോയി. രാത്രിയിൽ ദേവ് വേദുവിൻ്റെ പിന്നാലെ നടന്നു ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. വീട് മുഴുവൻ ദേവുവിനായിട്ട് വട്ടം കറക്കിയ വേദു അവസാനം ഹാളിലെ സിങ്ങിലിരുന്ന് ഫോൺ ചെയ്യുമായിരുന്ന അബിയുടെ മേലേവൾ കയറി നിന്നുകൊണ്ട് തോളിൽ മുഖം പൂഴ്ത്തി. അബി ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു വേദയെ പിടിച്ചു മടിയിലിരുത്തി. വേദു, വാ തുറക്ക്, ദേവ് കലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, കുഞ്ഞ് നിഷേധിച്ചു. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, നിന്നോട് വാ തുറക്കാനാ പറഞ്ഞ്. ഇത്തവണ ദേവിൻ്റെ സ്വരം ഒന്നുകൂടി കടുത്തിരുന്നു. എനിക്ക് അച്ഛൻ വാരിത്തന്നാ മതി. നിനക്ക് ഇത്രയും നാൾ അച്ഛനാണോ വാരിത്തന്നെ? പുതിയ ശീലമൊന്നും വേണ്ട. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവും. അന്നേരം അമ്മ മാത്രമേ കാണുള്ളൂ, ദേവ് കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛയെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല, വേദ അബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പപ്പയോട് പറഞ്ഞതാ പുതിയ ബന്ധങ്ങളിൽ ചെന്ന് പെട്ട അറുത്തു മാറ്റാൻ പാടാണെന്ന്. അന്നേരം എല്ലാവർക്കും 5 വർഷത്തെ കണക്ക് പറച്ചിൽ. വരരുതായിരുന്നു, ഈ നശിച്ച നാട്ടിലേക്ക് വരാനേ പാടില്ലായിരുന്നു. എൻ്റെ കുഞ്ഞിനെയും കൂടി എന്നിൽ നിന്ന് തട്ടിയെടുക്കാനാണ് ഉദ്ദേശമെങ്കിലേ നടക്കില്ല. ദേവ് അബിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അത് പറഞ്ഞത്. അമ്മ അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാനെന്തോ കരുതിക്കുട്ടി ഓരോന്ന് ചെയ്യുവാണെന്ന്. അതെ, കരുതിക്കുട്ടി തന്നെയാ, എല്ലാം കരുതിക്കുട്ടി തന്നെയായിരുന്നു. അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് നിറയാൻ വെമ്പുന്ന മിഴികളെ ശ്വാസിച്ച് നിർത്തി ദേവ് മുറിയിലേക്ക് കയറിപ്പോയി. അബിയോട് ദേഷ്യപ്പെട്ട് ദേവ് സ്റ്റെയർ കയറിപ്പോകുന്നത് അച്ചുവും അപ്പുവും ചോട്ടുവും നോക്കി നിന്നു. പെട്ടെന്നുണ്ടായ ദേവുവിൻ്റെ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. ഇത്രയും നേരം തങ്ങളുടെ കൂടെ കളിച്ചു ചിരിച്ച് നടന്നിരുന്ന ആളായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റി? എന്താണ് ഈ ചേച്ചിക്ക് പറ്റിയത്? അവർ ചിന്തിച്ചു. വേദു നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടികളെ ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. അമ്മയോട് വാശി പിടിക്കാനോ ദേഷ്യം കാട്ടാനോ പാടില്ല. അമ്മ പാവല്ലേ, ഇത്രയും നാളും വാവയെ പൊന്നു പോലെയല്ലേ നോക്കിയേ. ആ അമ്മയെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? അമ്മയെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടേ അച്ഛയെ സ്നേഹിച്ചാൽ മതി കേട്ടോ, അബി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അബിയേട്ടാ, മോളെങ്ങെത്താ, ഞാൻ വാരിക്കൊടുക്കാം, അച്ചു പറഞ്ഞു. അബി കൂടുതലൊന്നും പറയാതെ കുഞ്ഞിനെയും സിങ്ങിലിരുത്തി മുറ്റത്തേക്ക് നടന്നു. അച്ചു ദേവുനെയും ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. മുറിയിലെത്തിയ വേദു അമ്മയൊന്ന് നോക്കി. മുഖം തിരിഞ്ഞു കിടക്കുന്ന അമ്മയുടെ അരികിൽ കിടന്ന് പിന്നിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു കിടന്നതും ദേവു തിരിഞ്ഞു നോക്കിയില്ല. അമ്മയുടെ പിണക്കം മാറ്റാൻ അന്നേരം വേദു തല ഉയർത്തി അമ്മയുടെ കവിൾ അമർത്തി ചുംബിച്ചതും ദേവുവിൻ്റെ ചുടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. വേദുവിന് നേരെ തിരിഞ്ഞു അവളെ കെട്ടിപ്പിടിച്ചു ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞതും വേദുവും അമ്മയെ തിരികെ പുണർന്നു. അമ്മ, കഥ പറഞ്ഞില്ലല്ലോ. പറയണോ? വേണം. ദേവ് കഥ പറഞ്ഞു തുടങ്ങി. അതിനിടയിലാണ് അബി മുറിയിലേക്ക് കയറി വരുന്നത്. ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അമ്മയുടെയും മകളുടെയും കിടത്തവും കഥ പറച്ചിലും ഒരു നിമിഷം അവൻ നോക്കി നിന്നു. ഇരുവരും അവരുടേതായ ലോകത്തിലായിരുന്നു. അതിനാൽ അബി വന്നതുപോലും അവരറിഞ്ഞതേയില്ല. അമ്മയുടെയും മോളുടെയും സ്വർഗരാജ്യത്ത് താനിപ്പോൾ വെറും ഒരു അതിഥിയാണ്, അവൻ ചിന്തിച്ചു. അന്നേരം അബി അവരെ ബുദ്ധിമുട്ടിക്കാതെ ബാൽക്കണിയിലേക്ക് ചെന്നു. ദേവുവിൻ്റെ അവഗണന അവനെ തെല്ലൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. അവൾക്ക് എന്താണ് പറ്റിയത്? എപ്പോൾ നോക്കിയാലും ദേഷ്യം മാത്രം, അബി ചിന്തിച്ചു. ബീൻ ബാഗിൽ കണ്ണടച്ചിരുന്ന് അവനും ദേവുമായുള്ള മധുരമുള്ള പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറുമ്പോൾ കവിള് നനയിച്ചുകൊണ്ട് ഒരു നീർത്തുള്ളി താഴേക്ക് ഉരുണ്ടിറങ്ങി. പിറ്റേന്ന് രാവിലെ അബി പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും ദേവ് വേദയും കൊണ്ട് ആമിയെ കാണാൻ ചെന്നു. അവരുടെ കൂടെ കുറച്ചു നേരം ചിലവഴിച്ചു. ദേവ് അച്ചുവിനെയും അപ്പുവിനെയും ചോട്ടുവിനെയും കൂട്ടി അബിയുടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ആരവിനെയും വിഷ്ണുവിനെയും അനുവിനെയും കാണുക എന്നതായിരുന്നു അതിന് പിന്നിലെ ഉദ്ദേശം. ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയപ്പോൾ പഴയ ഓർമ്മകൾ ഓരോന്നും അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അന്നത്തെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ബോധം വന്നപ്പോൾ അപ്പുവിനെ കാണാൻ വേണ്ടി മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതും പകുതിക്ക് വെച്ച് അബിയെ കണ്ടതും അബി പറഞ്ഞ കുത്തുവാക്കുകളും അത് താങ്ങാനാവാതെ നെഞ്ച് തകർന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീ. എല്ലാം ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. ആരായിരുന്നു ആ സ്ത്രീ? അന്ന് അവർ പറഞ്ഞതൊക്കെയും കേട്ട് ഷോക്കിൽ പേര് പോലും ചോദിച്ചില്ല. അവരെ ഇനിയൊരു തവണ കണ്ടുമുട്ടിയിരുന്നേൽ തൻ്റെ ഉള്ളിൽ ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ആ ഒരു ചോദ്യം അത് താൻ ചോദിച്ചേനെ.
ഒരുപക്ഷെ അന്നേ ദിവസത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമായിരിക്കും. ഇന്ന് തന്നെ ചെക്ക് ചെയ്യണം. ദേവ് ചിന്തിച്ചു. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവളുടെ നെഞ്ചുരുകുന്നുണ്ടായിരുന്നു. അതിനാൽ മനഃപൂർവ്വം അവൾ അതൊക്കെ മറക്കാൻ ശ്രമിച്ചു. പുറമേ ചിരി വരുത്തി. അച്ചു 3 പേരെയും ഒരുമിച്ച് കിട്ടുമല്ലോ അല്ലേ? ദേവ് ചോദിച്ചു. 3 പേരും ഈ സമയത്തെ വിച്ചുവേട്ടൻ്റെ ക്യാബിനിൽ കാണും. ഞാൻ നേരെ ചെന്ന് ഡോക്ടർ വിഷ്ണുവിൻ്റെ ക്യാബിനിൻ്റെ ഡോറിൽ നോക്ക് ചെയ്യുന്നു. അവർ പെർമിഷൻ തരുന്നു. ഞാൻ അകത്തേക്ക് ചെല്ലുന്നു. പിന്നെ അവർ ഞെട്ടി നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് വരണം. ദേവ് അപ്പുവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആര്? ഞാനോ അതോ വേദുട്ടിയോ? അപ്പു ചോദിച്ചു. 2 പേരും അല്ല, മറ്റേ പച്ചക്കിളികൾ തോളോട് ആ സോങ്ങില്ല, അത് വരണോന്ന്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എൻ്റെ ചേച്ചി അതൊക്കെ വന്നോളും. ആദ്യം നിങ്ങളുടെ റീയൂണിയൻ വീഡിയോ എടുക്കണ്ടേ? അപ്പോൾ ഞാൻ പിന്നിലല്ല മുന്നിലാണ് വരണ്ടേ. അപ്പോൾ അത്രയും പറഞ്ഞു ദേവുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഗമോൺ ചേച്ചി ഗമോൺ. അപ്പോൾ അത്രയും പറഞ്ഞു മുന്നിൽ നടന്നു. പിന്നാലെ ദേവും അച്ചുവും. ഡി അപ്പു, വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. നീണ്ട 5 വർഷത്തിന് ശേഷം ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളുടെ എക്സ്പ്രഷനാണ് ഇവിടെ മുഖ്യം. വിരഹം അത് വല്ലാത്തൊരു വേദനയാണ്. അതിൻ്റെ ആഴം ആ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടണം. അച്ചുവിനെയും കൂടി വിളിക്കായിരുന്നു. 2 ആംഗിളിൽ നിന്നുള്ള എക്സ്പ്രഷൻ നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങത്തില്ല. അത് താങ്ങില്ല. ചേച്ചിയും വിളിക്കാം. അല്ല ചേച്ചി, ഇതേ നീണ്ട 5 വർഷത്തിന് ശേഷമല്ലേ ചേച്ചി എൻ്റെ ഏട്ടനെയും കണ്ടത്. അന്നേരം ഈ എക്സ്പ്രഷനും വിരഹമൊക്കെയും എവിടെ പോയിരിക്കുമായിരുന്നു? റീൽസ് ഇടാൻ എന്തോരം നല്ല പാട്ടുണ്ടായിരുന്നു. പാവം എൻ്റെ ഏട്ടൻ. മോളെ അപ്പു, നീ നാത്തും കളിക്കാതെ അച്ചുവിനെ വിളിച്ചിട്ടേ ആ ഡോറിന്ന് തുറന്ന് അകത്ത് കയറാൻ നോക്ക്. ദേവ് പറഞ്ഞത് പ്രകാരം അച്ചുവും അപ്പുവും ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചു. ഡോറിന്ന് തുറന്ന് അകത്ത് കയറിയതും ഇവള് മാറെന്താ ഇവിടെ എന്ന പോലെ 3 പേരും നോക്കി. നിങ്ങളെന്താ ഇവിടെ? ആരവ് ചോദിച്ചു. ഇന്ദിരാ ഹോസ്പിറ്റലിലെ ഓരോ മുറിയും അരിച്ചു പെറുക്കി. ഇനിയിപ്പോൾ വിഷ്ണു ഡോക്ടറുടെ മുറി മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങളിവിടെ അരിച്ചു പെറുക്കാൻ വന്നതാ, അപ്പുവാണ് പറഞ്ഞത്. അരിച്ചു പെറുക്കാൻ ഞാനിവിടെ എന്താ വല്ല നിധിയും കുഴിച്ചിട്ടുണ്ടോ? വിഷ്ണു ചോദിച്ചു. നിങ്ങൾക്കെന്താടി വട്ടാണോ? അനുവാണ് ചോദിച്ചത്. അനു ചേച്ചി, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ദേ ഒരു നിമിഷം 3 പേര് അങ്ങോട്ട് നോക്ക്. യെസ്, ക്യാമറ റെഡി, ഗെറ്റ് ഇൻ. അപ്പു ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പു ചൂണ്ടിയ ഭാഗത്തേക്ക് 3 പേർ നോക്കി. അന്നേരം ദേവു ഡോറും തുറന്ന് നിറഞ്ഞ ചിരിയോടെ വന്നതും വിരഹത്തിൻ്റെ എക്സ്പ്രഷൻ പോയിട്ട് 3ൻ്റെയും മുഖത്ത് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലായിരുന്നു. അതുകണ്ട് ദേവുവിൻ്റെ മുഖം മങ്ങി. ഒപ്പം ക്യാമറ പിടിച്ച 2ൻ്റെയും. അതെ, OP ടൈം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഉള്ളൂ. ദൂരെ നിന്ന് വരുവാണേ ടോക്കൺ എടുത്തിട്ട് പോയിക്കോളൂ. ദേവുവിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് വിഷ്ണു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതുകൂടി ആയതും ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങി. അല്ല, നിങ്ങളെന്തായി ക്യാമറയും പിടിച്ച്? ആരവ് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ പച്ചക്കിളികൾ തോളോട്, എക്സ്പ്രഷൻ, വിരഹം, 5 വർഷം. അപ്പു എന്ത് പറയണം എന്നറിയാതെ തപ്പിത്തടഞ്ഞു. അപ്പു, ഗപ്പടിച്ചപ്പോൾ നിന്റെ കിളികൾ മൊത്തം പോയോടി. വിഷ്ണു കളിയാക്കി. ദേവു എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ മൂവരും അവരുടേതായ സംസാരത്തിലാണ്. തൻ്റെ കൂട്ടുകാരുടെ അവഗണന ദേവുവിനെ ശരിക്കും വേദനിപ്പിച്ചു. അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ മറച്ചു പിടിച്ചു അവിടെ നിന്ന് ഇറങ്ങിയോടി. ഇത് കണ്ട് അച്ചുവിനും അപ്പുവിനും ശരിക്കും സങ്കടം തോന്നി. അച്ചു വിഷ്ണുവിൻ്റെ പുറം നോക്കി ഒരു കുത്തു കൊടുത്ത് ദേവുവിൻ്റെ പിന്നാലെ ചെന്നു. വിഷ്ണു പുറം തടവിക്കൊണ്ട് ഇത് നിന്റെ അനിയത്തി തന്നെയാണോടി എന്ന പോലെ അനുവിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ചോട്ടു വേദുവിനെയും കൊണ്ട് അങ്ങോട്ട് വന്നു. വേദുവിനെ കണ്ടതും അനു വിടർന്ന കണ്ണാലെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അപ്പു, ഇതാണ് അഭിയേട്ടൻ്റെ കുഞ്ഞു മാലാക? അപ്പു തെളിച്ചമില്ലാതെ ഒന്ന് മൂളി. അനു കുഞ്ഞിനെ എടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. ശേഷം ആരവിനെയും വിഷ്ണുവിനെയും കൂട്ടി ദേവുവിൻ്റെ അരികിലേക്ക് നടന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷൻ ഏരിയയിലെ കസേരയിലിരുന്നു ദേവു തൻ്റെ കണ്ണുനീർ ഒപ്പുകയാണ്. അച്ചു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഒരു ആംബുലൻസിൻ്റെ ശബ്ദം കേൾക്കുന്നതും 4-5 പേര് സ്ട്രെച്ചറും കൊണ്ടും പുറത്തേക്ക് ഓടുന്നതും തിരികെ സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ട് ബോധരഹിതയായ ഗർഭിണിയായ സ്ത്രീ അവരുടെ മുന്നിൽ കൂടി ICUവിലേക്ക് കൊണ്ടുപോകുന്നതും. ആ സ്ത്രീയുടെ വായിൽ നിന്നും നുരയും പതയും വരുന്നത് ദേവു ശ്രദ്ധിച്ചിരുന്നു. അതിനിടയിൽ അബിയടക്കം 4-5 ഡോക്ടേഴ്സ് ICUവിലേക്ക് ധൃതിയിൽ കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അബി ഒരു ലേഡി ഡോക്ടറും പുറത്തിറങ്ങി. ആ സ്ത്രീയുടെ ബന്ധുക്കളാവാം. അബിയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അബി അവരെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അബി ആ ലേഡി ഡോക്ടറോട് എന്തൊക്കെയോ പറയുകയും ചോദിക്കുകയും ചെയ്തു. പിന്നീട് ആരൊക്കെയോ ഫോണിൽ വിളിക്കുകയും ചെയ്തു. ഫോൺ ചെയ്ത് കഴിഞ്ഞതും അവൻ്റെ മുഖത്ത് നിരാശയും നിസ്സഹായ അവസ്ഥയും വന്ന് പൊതിയുന്നുണ്ടായിരുന്നു.
ദേവു ഇതൊക്കെയും കുറച്ച് ദൂരെ നിന്ന് നോക്കി കാണുകയായിരുന്നു. അതിനിടയിൽ രാഹുൽ അങ്ങോട്ട് വരുന്നതും അഭിയോട് സംസാരിക്കുന്നതും ദേവു നോക്കി നിന്നു. അതിനിടയിൽ രാഹുലിൻ്റെ ശ്രദ്ധ ദേവുവിൽ എത്തി നിന്നതുകൊണ്ടാവാം രാഹുൽ അങ്ങോട്ട് വരികയായിരുന്നു. രാഹുലും ദേവും പരസ്പരം പുഞ്ചിരി കൈമാറി. പിന്നീട് ഇരുവരും കുറച്ചു നേരം സംസാരിച്ചു. അതിനിടയിൽ ആ സ്ത്രീയെ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രാഹുലിനോട് കാര്യം തിരക്കിയപ്പോഴാണ് പൂർണ്ണ ഗർഭിണിയായ ആ സ്ത്രീയുടെ ഉള്ളിൽ കൂടിയ അളവിൽ വിഷം ചെന്നിട്ടുണ്ടെന്ന് അറിയുന്നത്. ഒപ്പം ആ സ്ത്രീയുടെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞതും ദേവുവിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതിനാൽ അവർ നേരത്തെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ കൈയൊഴുകയായിരുന്നു. അതിനാൽ ആ ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു. ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ധൈര്യവും പ്രാപ്തിയുള്ള ഒരു ഗൈനക് ഡോക്ടർ പോലും ഇവിടെയും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിലവിൽ ഇവിടെയുള്ള 2 ഗൈനക് ഡോക്ടറും പുതുതായി ചാർജ് എടുത്തതാണ്. 3 ജീവനും രക്ഷപ്പെടും എന്നതിൽ വെറും 10% പോലും ഉറപ്പില്ല. എന്തേലും സംഭവിച്ചാൽ അതൊരു നെഗറ്റീവായി തങ്ങളുടെ കരിയർ ലൈഫിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റിന് കേസ് എടുക്കാൻ ഒരു പേടി. ഇവിടുത്തെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ലീവിൽ നാട്ടിലേക്ക് പോയിരിക്കുന്നു. ഇനി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക റിസ്ക് ആണ്. രാഹുൽ പറഞ്ഞതൊക്കെയും കേട്ടപ്പോൾ ദേവുവിൻ്റെ കണ്ണുകൾ ICUവിന് മുന്നിൽ നിന്ന് കണ്ണുനീർ ഒപ്പുന്ന വൃദ്ധരായ മാതാപിതാക്കളിലേക്ക് നീണ്ടു. ആ അച്ഛനെ കണ്ടപ്പോൾ തൻ്റെ പപ്പയെ പോലെ അവൾക്ക് തോന്നിപ്പോയി. ഒപ്പം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ഭർത്താവായിരിക്കാം ദേവ് ചിന്തിച്ചു. രാഹുൽ ഡോക്ടറെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഈ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യാം. ദേവു, ആർ യു സീരിയസ്? യെസ്, ദേവ് പറഞ്ഞു. കുഞ്ഞുങ്ങളെ പുറത്തെടുക്കാൻ ഇമ്മീഡിയറ്റായി ഒരു സർജറി വേണ്ടിവരും. മേ ബി കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടേക്കാം. അപ്പോഴും അമ്മയുടെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. ആഫ്റ്റർ സർജറി പേഷ്യൻറ്റിന് ബോധം വന്നില്ലെങ്കിൽ ദെൻ താൻ തളർന്നു പോകാൻ പാടില്ല. രാഹുൽ അത്രയും പറഞ്ഞു നിർത്തി. രാഹുൽ ഡോക്ടർ, എൻ്റെ മുന്നിൽ ഇപ്പോൾ ആ 2 കുഞ്ഞുങ്ങളുടെ മുഖം മാത്രമേ ഉള്ളൂ. സമയം വൈകുന്തോറും റിസ്ക് കൂടെ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെ കൂടി മരണത്തിന് വിട്ടുകൊടുക്കണോ? എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ദേ, ആ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഇനി അങ്ങോട്ട് ജീവിക്കാൻ ആ 2 കുഞ്ഞുങ്ങളും മതിയാവും. രാഹുൽ ഡോക്ടർ ആരോടാന്ന് വെച്ചാൽ കാര്യങ്ങളൊന്ന് പറ, ഞാൻ റെഡിയാണ്. ദേവുവിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. രാഹുൽ അബിയുടെ അരികിലേക്ക് നടക്കുമ്പോൾ കൂടെ ദേവു ഉണ്ടായിരുന്നു. രാഹുൽ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ അബി ഒരു നിമിഷം ദേവുവിനെ ഒന്ന് നോക്കി. അവൻ്റെ ആ നോക്കിൽ അതിശയത്തിലുപരി അഭിമാനവും ബഹുമാനവും എന്തൊക്കെയോ കലർന്നിരുന്നു. ഡോക്ടറെ, എൻ്റെ മോള് തിരിച്ചു വരുന്ന കരുതിക്കോട്ടെ. സർജിക്കൽ ഗൗണും അണിഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കുന്ന ദേവുവിനെ നോക്കിക്കൊണ്ട് ആ പിതാവ് വിറയ്ക്കുന്ന സ്വരത്തോടെ ചോദിച്ചപ്പോൾ ദേവുവിന് എന്ത് പറയണം എന്നറിയാതെയായി. അച്ഛാ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നോളൂ. അച്ഛൻ്റെ മോൾ ഉറപ്പായും തിരിച്ചു വരും. ദേവു അയാളുടെ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചു. അന്നേരം ദേവുവിൻ്റെ നോട്ടം തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ആ 2 കണ്ണുകളിലായിരുന്നു. അയാളുടെ മുഖത്ത് കുറ്റബോധം നിഴലിക്കുന്നുണ്ട്. കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട്. താൻ ഇപ്പം കിടന്ന് മോങ്ങിയിട്ട് എന്ത് കാര്യം? ആ പെണ്ണിനിങ്ങനെ കൊലക്ക് കൊടുക്കാനാണോ താൻ സ്നേഹിച്ച് കൂടെ കൂട്ടിയേ? തൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും ക്രൂരത അറിയാമായിട്ടും പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ താൻ ആ വീട്ടിൽ തനിച്ചാക്കി പോയത് തന്നെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും. ദേവു അത് പറയുമ്പോൾ തൊട്ടരികിൽ നിൽക്കുന്ന അബിയുടെ മനസ്സൊന്ന് പിടഞ്ഞു. ഈ പറഞ്ഞത് തനിക്ക് കൂടി ചേർത്ത് തന്നതാണെന്ന് അവന് മനസ്സിലായി. ട്വിൻസ് ആയതുകൊണ്ട് എക്സ്ട്രാ കെയർ വേണമായിരുന്നു. എന്തിൻ്റെ പേരിലായാലും ഭാര്യയെ തനിച്ചാക്കി കണ്ണെത്താ ദൂരത്ത് പോയി നിന്നത് ശരിയായില്ല. വീട്ടുകാരെ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ആണുങ്ങളെപ്പോലെ ചങ്കൂറ്റത്തോടെ നോക്കാൻ പറ്റുന്നില്ലല്ലേ? ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടായിരുന്നില്ലേ? ഇനിയിപ്പോൾ താനും കൂടി ചേർന്നിട്ടാണോ ആ പെണ്ണിന് വിഷം കൊടുത്തേ? നോക്കിക്കോ, തൻ്റെ വീട്ടുകാരെ ഞാൻ അഴിയണിക്കും. അതും പറഞ്ഞു ദേവു അവനെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. 5 വർഷം കൊണ്ട് ദേവുവിന് വന്ന മാറ്റങ്ങൾ കണ്ട് അബി പോലെ അതിശയിച്ചു. ചളിയടിച്ച് ഉത്തരവാദിത്ത ബോധമില്ലാതെ നടന്നിരുന്ന പെണ്ണ താൻ ആഗ്രഹിച്ചതിനേക്കാളും വലിയ നിലയിൽ അവിടെ എത്തിയിരിക്കുന്നു. അബിയുടെ ഉള്ളം സന്തോഷിച്ചു. അന്നേരം അനുവിൻ്റെയും അപ്പുവിൻ്റെയും കൂടെ വേദു അങ്ങോട്ട് വന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ദേവുവിനെ കണ്ട് അവൾ അമ്മയെന്ന് ഉറക്കെ വിളിച്ചു. അന്നേരം അബി അവളെ എടുത്ത് ദേവുവിൻ്റെ അരികിലേക്ക് വന്നു. അമ്മ എവിടെ പോവാ? ഞാനും വരുന്നുണ്ട്. ഹേയ്, അത് പറ്റില്ല. വേദുട്ടി നല്ല കുട്ടിയായി അച്ഛൻ്റെ കൂടെ ഇരിക്കണേ. കുറച്ച് കഴിഞ്ഞ് അമ്മ 2 വാവയെ കാണിച്ചു തരാം കേട്ടോ. ആ വാവകൾക്കും വാവയുടെ അമ്മക്കും ഒന്നും വരുത്തരുതേ എന്ന് വേദുട്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ
ദൈവം പെട്ടെന്ന് കേൾക്കും. അതും പറഞ്ഞ് വേദുവിൻ്റെ കവളിൽ അമർത്തി മുത്തി അഭിയൊന്ന് നോക്കി അവൾ ധൃതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് നടന്നു. ദേവുവിൻ്റെ മുഖത്തെ ആത്മവിശ്വാസം കണ്ട് അഭിയുടെ മുഖം വിടർന്നു.